ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മളിന്നിവിടെ ഉപന്യാസക അംശമായിട്ടുള്ള ബണ്ടിയാണ് നോക്കാൻ പോകുന്നത്. ഇത് അതിരിക്ത വാചൻ കേലിയയിലെ അതിരിക്ത വാചന് വേണ്ടിയിട്ട് അധിക വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ഒരു പാഠഭാഗമാണ് ബണ്ടി. ഇത് മന്നു ഭണ്ഡാരിയുടെയാണ്. മന്നു ഭണ്ഡാരിയുടെ ഉപന്യാസമാണ് ബണ്ടി. അപ്പം മന്നു ഭണ്ഡാരിയെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. മന്നു ഭണ്ഡാരിയിലെ ലേഖികയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. ജന്മ 3 अप्रैल 1931 ബാൻപുര നഗർ, മധ്യപ്രദേശ്. ഇപ്പോൾ മന്നു ഭണ്ഡാരിയുടെ ലേഖികയുടെ ജനനം ഏപ്രിൽ 3, 1931 ബാൻപുര നഗർ, മധ്യപ്രദേശിലെ ബാൻപുര നഗറിലാണ് ജനിച്ചത്. आप हिंदी की आधुनिक कहानीकार और उपन्यासकार है. അപ്പോൾ മന്നു ഭണ്ഡാരി ഹിന്ദിക്ക് ആധുനിക കഹാനികാർ, ഹിന്ദിയിലെ ആധുനിക കഹാനിക്കാരാണ്, പിന്നെ ഉപന്യാസകാരുമാണ്. माँ बाप के विवाह संबंध के टूटने की त्रासदी में गुड रहे एक അല്ലേ, അമ്മൻ്റെയും അച്ഛൻ്റെയൊക്കെ വിവാഹബന്ധം മുറിഞ്ഞിട്ട് അല്ലേ, വിവാഹബന്ധങ്ങളൊക്കെ മുറിഞ്ഞ് അവർ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു ഇതിൽ നിന്നും അല്ലേ, ആ ഒരു വിഷമത്തിൽ നിന്നും ഗുഡ് രഹേ ഏക്ക് ബച്ച, അതിൽ വിഷമിക്കുന്ന ഒരു കുട്ടിയെ കേന്ദ്രമാക്കിയിട്ട്, കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് വിഷയ് ബനാക്കർ ലിഖേ ഗയേ ആപ്കെ ഉപന്യാസ് ആപ്കാ ബണ്ടി को हिंदी के सफलतम उपन्यासों की श्रेणी में रखा जाता है. അപ്പോൾ ഈ ആപ്ക ഭണ്ടി എന്ന് പറയുന്നത് വിവാഹബന്ധമൊക്കെ മുറിഞ്ഞ് വേർപെട്ട് കഴിയുന്ന ഒരച്ഛനും അമ്മയും അവരുടെ വിഷമിക്കുന്ന ഒരു കുട്ടിയിലെ ആ കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി വെച്ചുകൊണ്ടാണ് ആപ്ക ഭണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഉപന്യാസം എഴുതിയിട്ടുള്ളത്. അത് വളരെ സഫലതം ഉപന്യാസവും കി ശ്രേണിയിൽ വളരെ സക്സസ് ആയിട്ടുള്ള ഉപന്യാസങ്ങളുടെ നിരയിൽ പെട്ടതാണ് ഈ ഉപന്യാസവും. ഏക് പ്ലേറ്റ് സൈലാബ് മേം ഹാർ ഗയി യഹി സച്ച് ഹേ, ത്രിശംഖു അത് കഹാനി സംഗ്രഹമാണ്. മഹാബോജ് കൽവ ഉപന്യാസ്, രാജനിഖന്ത് നിർമ്മല, ദർപ്പൺ ഫിലിം പട്കഥയാണ്. ബിനാ ദീവാരോം കാ ഘർ മഹാബോജ് നാടക്. ഏക് കഹാനി യഹ് ബി ആത്മകഥ. ആദി ആപ്കി അന്യരചനായും. ഇതൊക്കെയാണ് മന്നു ഭണ്ഡാരിയുടെ മറ്റ് രചനകൾ. അതിൽ നാടകവും ഉപന്യാസവും ആത്മകഥയും കഹാനി സംഗ്രഹവും ഫിൽമി പട്കഥയും എല്ലാം ഉണ്ട് അല്ലേ. ഏക് കഹാനി യഹ് ബി ഇത് അതിൻ്റെ മന്നു ഭണ്ഡാരിയുടെ ആത്മകഥയാണ്. പിന്നെ 2008 ആപ്പ് വ്യാസ് സമ്മാൻ സെ പുരസ്കൃത് ഹുയി. അപ്പം 2008 വ്യാസ് സമ്മാൻ ഒക്കെ നൽകി അവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മന്നു ഭണ്ഡാരിയെക്കുറിച്ചിട്ടുള്ള കാര്യം. അവരുടെ രചനകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക. മന്നു ഭണ്ഡാരി ബണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. बंटी पीछे गड़ा चुपचाप देख रहा है. मम्मी जब भी कॉलेज जाने के लिए तैयार होती है, बंटी बड़े कौतूहल से देखता है. जान तो वह आज तक नहीं पाया, पर उसे हमेशा लगता है कि ड्रेसिंग टेबल के इन रंग बिरंगे शीशियों में, छोटी बड़ी डिब्बियों में ज़रूर कोई जादू है कि मम्मी इन सब को लगाने के बाद एकदम बदल जाती है. कम से कम बंटी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और ही हो गई. മമ്മി ഡ്രസ്സിങ് ടേബിൾ കെ സാമനെ ബൈറ്റി തയ്യാർ ഹോ രഹി ഹെ. മമ്മി ഡ്രസ്സിങ് ടേബിളിന് മുന്നിലിരുന്നു കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അവർ പുറത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണ്.
ബണ്ടി പീച്ചെ ഗഡ ചുപ് ചാപ്പ് ദേഖ് രഹാ ഹെ. അപ്പോൾ ബണ്ടി ഇങ്ങനെ പുറകിൽ നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ജബി കോളേജ് ജാനെ കെ ലിയെ തയ്യാർ ഹോത്തി ഹെ. ഇനി എവിടേക്കാണ് മമ്മി? കോളേജിലേക്കാണ് പോകുന്നത് അല്ലേ. കോളേജിൽ അവിടെയാണ് ജോലി. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബണ്ടി ബഡേ കൗതൂഹൽ സെ ദേഖ്താ ഹെ. ബണ്ടി വളരെ കൗതൂഹൽ, അതായത് വളരെ ഉത്സാഹത്തോടു കൂടി, വളരെ ആങ്സൈറ്റി അല്ലേ, അങ്ങനെയാണ് അവർ നോക്കുന്നത്. ജാൻ तो वह आज तक नहीं पाया. പക്ഷെ ഇതുവരെയും മനസ്സിലായിട്ടില്ല. पर उसे हमेशा लगता है कि എപ്പോഴും വിചാരിക്കും ഡ്രസ്സിംഗ് ടേബിൾക്ക് ഈ രംഗ് ബിരങ്കി ഷീഷിയോമേലെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള എന്താ ബോട്ടിലുകളിലൊക്കെ ചോട്ടി ബടി ഡിബിയും ചെറിയ ചെറിയ എന്താ പറയുക ബോക്സുകളുണ്ട്. അതിനകത്തൊക്കെ സരൂർ കോയി ജാദു ഹേക്കിയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. മമ്മി ഇൻ സബ്കോ ലഗാനേക്കെ ബാദൽ ഈ ബോട്ടിലുകളിൽ കാണുന്ന അല്ലെ ഈ ബോക്സിൽ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മമ്മി എങ്ങനെയുണ്ടാകും? മമ്മി ഇൻ സബ്കോ ലഗാനേക്കെ ബാദ് ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദം ബദൽ ജാതി ഹെ അല്ലേ, മമ്മി ശരിക്കും മാറിപ്പോകും. കംസെ കം ബണ്ടിക്കോ ഏസാ ഹി ലഗ്താ ഹെ കി. ബണ്ടി തന്നെ ശരിക്കും വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഉസ്കി മമ്മി അബ് ഉസ്കി നഹി രഹിൽ. ഇത് എൻ്റെ അമ്മയെ അല്ല, വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടാകും. കോയി ഓർ ഹി ഹോ ഗയിൽ, വേറൊരാളായിട്ട് മാറിയതുപോലെ ബണ്ടിക്ക് തോന്നിയിട്ടുണ്ട്. पूरी तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटे धूप में बाहर नहीं निकलना हाँ. फिर फूफी को आदेश दिया, बंडी जो गाए वही बनाना. एकदम बंडी को मर्जी का गाना समझी. പൂരി തരഹ് തയ്യാർ ഹോക്കറിൽ മുഴുവൻ എല്ലാം റെഡി, മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാത്ത് മേം പേഴ്സ് ലേക്കറിൽ കയ്യിലൊരു പേഴ്സും എടുത്തുകൊണ്ട് മമ്മീനെ കഹ, അങ്ങനെ അമ്മ പറയും, ദേക്കോ ബേട്ടെ മോനെ ഇത് നോക്ക്, ധൂപ് മേം ബാഹർ നഹി നികൽന ഹാ. വെളിയിൽ നല്ല വെയിലാണ്, പുറത്തൊന്നും പോയി കളിക്കരുത്, പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടല്ലോ. ഫിർ ഫൂഫിക്കോ ആദേശ് ദിയ. പിന്നെ അവിടെ ഒരു അപ്പച്ചിയുണ്ട് അല്ലേ, അവരോട് മോനെ നോക്കുന്നത് അവരാണ്, അപ്പോൾ അവരോട് അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് അമ്മ. ബണ്ടി ജോ ഗായി വഹി ബനാന. മോൻ എന്താണോ കഴിക്കുന്നത് അവൻ അത് ഉണ്ടാക്കി കൊടുക്കണം. എക്ദം ബണ്ടിക്ക് മർസി കാ ഗാന സംജി അല്ലേ, ശരിക്കും അവന് ഇഷ്ടമുള്ള ഫുഡായിരിക്കണം അല്ലേ, അവൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഫുഡ് എന്താണോ അത് മാത്രം അവന് ഉണ്ടാക്കി കൊടുക്കുക എന്ന് അവിടെ നിൽക്കുന്ന ഫൂഫിക്ക് അപ്പച്ചിക്ക് എന്താണ് പറഞ്ഞ് അവർക്കും എന്താ പറയുക ആദേശ് നൽകി അല്ലേ, ആദേശ് ദിയ, അവർക്ക് ആജ്ഞ കൊടുത്തു. चलने से पहले मम्मी ने उसका घाल धमधमाया, बालों में उंगलियां फंसाकर बड़े प्यार से बाल जोड़ दिए. पर बंटी जैसे बुध बना खड़ा रहा, बाह पकड़कर झूला नहीं, किसी चीज़ की फरमाइश नहीं की. मम्मी ने खींच कर उसे अपने पास सटा लिया, पर एकदम चिपक कर भी भंटी को लगा जैसे मम्मी उससे बहुत दूर है. और फिर वे सचमुच ही दूर हो गई. उनकी चप्पल की खटखट जब बरामदे की सीढ़ियों पर पहुंची तो बंटी कमरे के दरवाजे पर आकर खड़ा. ചലനെ സെ പെഹലെ മമ്മീനെ ഉസ്ക ഘാൽ ധബ്ധബായ അല്ലേ, പോകുന്നതിന് മുമ്പ് മമ്മി അവൻ്റെ കവിളിലൊന്ന് തലോടി. ബാലോമേം ഉംഖലിയാം ഫാൻസാക്കർ ബഡെ പ്യാർ സെ ഭാൾ ജിച്ചോട് ദിയ അല്ലേ, തലമുടിയിലൊക്കെ ഇങ്ങനെ വിരലോടിച്ചിട്ട് വലിയ സ്നേഹത്തോടെ തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചു അല്ലേ മോൻ്റെ. പർ ബണ്ടി ജയ്സെ ബുധ് ബന ഘടാരഹ. പക്ഷെ എന്നാൽ ബണ്ടി ആകട്ടെ ഒരു പ്രതിമ പോലെ നിന്നതേ ഉള്ളൂ. बाह पकड़कर झूला नहीं, किसी चीज़ की फरमाइश नहीं की. मम्मी ने गींज कर उसे अपने पास सटा लिया, पर एकदम चिपक कर भी बंटी को लगा जैसे मम्मी उससे बहुत दूर है അല്ലേ. കൈ പിടിച്ച് ആട്ടിയില്ല, ഒരു സാധനവും ആവശ്യപ്പെട്ടതുമില്ല അല്ലേ, ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരണം അങ്ങനെ ഒന്നും ഒരു ആവശ്യപ്പെട്ടതില്ല. മമ്മി ആകട്ടെ അവനെ തന്നോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പൂർണ്ണമായും ചേർന്ന് നിന്നിട്ട്
അമ്മ തന്നിൽ നിന്ന് അല്ലേ ചേർത്ത് പിടിച്ചു. പക്ഷെ എന്നിട്ടും അമ്മ അവനിൽ നിന്ന് വളരെ അകലെയാണെന്ന് ബണ്ടിക്ക് തോന്നി. അമ്മ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടും ഏകദം ചിപക്കർബി അല്ലേ ഇങ്ങനെ വലിച്ചടുപ്പിച്ച് അമ്മയോട് ചേർത്ത് നിർത്തിയിട്ട് പോലും ബണ്ടിക്കോ ലഗാ ജैसे മമ്മി ഉസ്സെ ബഹുത് ദൂർ ഹെ, അമ്മ അവനിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നാണ് കുട്ടിക്ക് ഫീൽ ചെയ്തത്. और फिर वे सचमुच ही दूर हो गई അല്ലേ, ശരിക്കും അമ്മ അവനിൽ നിന്നും ദൂരെയാണ്. उनकी चप्पल की घट-घट जब बरामदे की सीढ़ियों पर पहुंची तो ഉൻകി ചപ്പൽക്ക് ഘട്ട് അതെ അവരുടെ അമ്മയുടെ ആ ചെരുപ്പിൻ്റെ ആ ശബ്ദം, ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ആ ശബ്ദം. ജബ് ബരാമതേക്ക് സീഡിയോം പർ പഹുഞ്ചിത്തോലെ വരാന്തയിൽ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന ആ ഒരു അവിടെ എത്തിയപ്പം ബണ്ടി കമരയ്ക്ക് ദർവാസെ പർ ആക്കർ കട, ബണ്ടി എന്താണ് റൂമിൻ്റെ വെളിയിൽ വന്നിട്ട് നിന്നു. और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंटी दौड़कर अपने घर के फाटक पर खड़ा हो गया. അങ്ങനെ അമ്മ വീടിൻ്റെ ഗേറ്റൊക്കെ തുറന്നിട്ട് റോഡ് സടക്ക് പാർക്കർക്കയിൽ റോഡ് മുറിച്ച് കടന്നു. ഗർക്കെ ടീക്ക് സാമിനെ വീടിൻ്റെ ശരിക്കും മുന്നിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ കോളേജ് എവിടെയാണ്? വീടിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ്. അപ്പോൾ ആ കോളേജിനകത്തേക്ക് കടക്കുമ്പോൾ ബണ്ടി ദൗഡ്കർ അപ്പിനെ ഗർക്കെ ഫാടക് പർ ഗഡാ ഹോ ഗയ അല്ലേ, ബണ്ടി ഓടി വന്ന് വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് വന്ന് നിന്നു. സിർഫ് ദൂർ ജാതി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, ഇങ്ങനെ ദൂരേക്ക് ഇങ്ങനെ അകന്ന് പോകുന്ന അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. വഹ് ജാൻതാ ഹേ മമ്മി അബ് പീച്ചെ മുടുക്കർ നഹി ദേഖേഗി, അവനറിയാം അമ്മ ഒരിക്കലും പോകുമ്പോൾ അവനെ നോക്കില്ല എന്ന് അവനറിയാം. നപ്പേ തുലേ ഖദം രക്തി ഹുയി സീതി ചൽത്തി ചലി ജായെങ്കിൽ അവർ ഇങ്ങനെ അടിവെച്ച് ഇങ്ങനെ നടന്നു പോകുന്നു അല്ലേ, പക്ഷെ തിരിഞ്ഞിട്ട് നോക്കുകയില്ല. ജൈസെ ഹി അപ്നെ കമരെ കെ സാമനെ പഹുഞ്ചേഗി ചാപ്പറാസി സലാം ടോക്താ ഹുവ ദൗഡേഗ ഓർ ചിക് ഉഡായേഗ. അപ്പോൾ അവരിങ്ങനെ നടന്ന് പോകുമ്പോൾ ചപ്പറാസി ആരാണ്? പിയൂൺ അല്ലേ, തൻ്റെ മുറിയുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ ശിപ്പാഹി സല്യൂട്ട് ചെയ്ത് ഓടി വന്ന് കർട്ടൻ മാറ്റും. അങ്ങനെ മമ്മി അകത്ത് കടക്കും. ഒർച്ചി കൂടായെങ്കിലേ ആ കർട്ടനൊക്കെ മാറ്റി കൊടുക്കും. മമ്മി അന്തർ ഗുസ്സേക്ക്, അമ്മ അകത്ത് കടക്കുകയും ചെയ്യും. और एक बड़ी सी मेज़ के पीछे रखी कुर्सी पर बैठ जाएगी. അവിടെ ഒരു വലിയ മേശ വെച്ചിട്ടുണ്ട്. അതിൽ ആ മേശക്കരികിലായിട്ടിട്ടിരിക്കുന്ന കസേര, ആ കസേരയിൽ ഇരിക്കും. മേസ് പർ ഢേർ സാരി ചിട്ടിയാം ഹോഗിലെ, ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടാകും ആ മേശയ്ക്ക് മുകളിൽ. പിന്നെ ഒരുപാട് ഫയലുകൾ ഉണ്ടാകും. ഉസ് സമയത്തൊക്കെ മമ്മി എക്ദം ബദൽ ചുക്കി ഹോഗി, ആ സമയം തൊട്ടിട്ട് അമ്മ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാകും. അമ്മയെ അല്ലാതെ വേറൊരാളായി മാറിയിട്ടുണ്ടാകും. കംസെ കം ബണ്ടി കോ ഉസ് കുർസി പർ ബൈഠി മമ്മി കബി അച്ചി നഹി ലഗി ലെ, ഒരിക്കലും ബണ്ടിക്ക് ആ മേശയ്ക്ക് അരികിലിരിക്കുന്ന അമ്മയെ ഒരിക്കലും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. पहले जब अभी कभी उसकी छुट्टी होती और मम्मी की नहीं होती, मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी അല്ലേ. ആദ്യമൊക്കെ എങ്ങനെയാണ്, ഉസ്കി ചുട്ടിയിൽ എന്താണ്, ബണ്ടിക്ക് സ്കൂളിൽ അവധിയായിരുന്ന സമയത്ത് മമ്മിക്ക് നഹി ഹോത്തി, മമ്മിക്ക് അവധി ഇല്ലാതിരുന്ന സമയത്ത് അല്ലേ, ബണ്ടിക്ക് അവധിയും മമ്മിക്ക് അവധി ഇല്ലാതെയും ഉള്ള സമയത്ത് മമ്മി ഉസേ ബി അപ്നെ സാത്ത് കോളേജിലെ ജായ കർത്തി തി, മമ്മി ബണ്ടിയെയും കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചാപ്പരാസി ഉസെ ദേഖ്തേ ഹി ഗോദ് മേ മുടാനെ ലഗ്താ തോ വഹ് ഹാത്ത് ജട്കാ ദേത്താ. ചാപ്പരാസി പിയൂണ് വേഗം കുട്ടീനെ കാണുമ്പോൾ തന്നെ വേഗം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ, അപ്പോൾ വേഗം ഹാത്ത് ജട്കാ ദേത്താ, കൈ തട്ടി മാറ്റുമായിരുന്നു. मम्मी के कमरे के एक कोने में ही उसके लिए एक छोटी सी मेज़ കുർസി ലഗ്വാ ദി ജാതി. അപ്പോൾ മമ്മിയുടെ മുറിയിൽ തന്നെ ഒരു മൂലയ്ക്കായിട്ട് ബണ്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മേശയും കസേരയും ഇട്ടിട്ടുണ്ടായിരുന്നു. ജിസ് പർ ബൈഠ്കർ വഹ് ഡ്രോയിങ് ബനായ കർത്ത അല്ലേ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് ബണ്ടി എന്ത് ചെയ്യും, ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കും. കമരെ മേം കോയി ബി ഗുസ്താ തോ ഏക് ബാർ ഹാസി ലപേട്കർ ആങ്കോം ഹി ആങ്കോമിം സറൂർ ഉസേ ദുലാറാ ദേത്താ അല്ലേ. ആ മുറിയിലേക്ക് ആര് പ്രവേശിക്കുകയാണെങ്കിലും ഒന്ന് നോക്കും. ആരെ? ബണ്ടി അവിടെ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ ബണ്ടിയെ ഒന്ന് നോക്കിപ്പോവുകയും കണ്ണുകൊണ്ട് തന്നെ ഒന്ന് ഓമനിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു.
तब वह मम्मी की ओर देखता എന്നിട്ട് അമ്മയെ നോക്കുകയുള്ളൂ पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है അല്ലേ. പക്ഷെ ആ സമയത്ത് ആ മേശയ്ക്കരികിലിരിക്കുന്ന അമ്മയുടെ മുഖം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ. ഭയങ്കര ദേഷ്യഭാവവും അവർ വേറൊരാളായിട്ടായിരിക്കും. ലഗ്താ ഹെ മാനോ അപ്പിനെ അസലി ചെഹരെ പർ കോയി ദൂസറ ചെഹ്റ ലഗാ ലിയാ ഹോ. പക്ഷെ അമ്മയുടെ ഒരു മുഖത്തിന് അകത്ത് വേറൊരു മുഖം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മമ്മിക്ക് പാസ് സറൂർ ഏക് ഓർ ചെഹറ അല്ലേ. മമ്മിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്, അതെനിക്ക് തീർച്ചയാണ്. ചെഹറ ഹി നഹി ആവാസ് ബി കേസി സക്ത് ഹോ ജാതി ഹെ. മുഖം മാത്രമല്ല, ഇനി ശബ്ദവും അതും ഭയങ്കര കാഠിന്യം നിറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു വേറൊരു ശബ്ദമാണ്. ബോൽത്തി ഹെ തോ ലഗ്താ ഹെ ജैसे ടാണ്ട് റഹി ഹോ അല്ലേ. സംസാരിക്കുമ്പോൾ തന്നെ വിചാരിക്കും ചീത്ത വിളിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുക. അത്രയും ശബ്ദത്തിൽ, അത്രയും ഗാംഭീര്യത്തിൽ അല്ലേ, അങ്ങനെയുള്ള ശബ്ദമാണ്. സംസാരിക്കുമ്പോൾ തന്നെ ദേഷ്യപ്പെടുന്നതായിട്ടാണ് തോന്നുക. ബണ്ടിക്കോ മമ്മി ബഹുത് കി കം ഡാണ്ട്തി ഹെ അല്ലേ. ബണ്ടിയെ പക്ഷെ അമ്മ അത്രയൊന്നും ചീത്ത പറഞ്ഞിട്ടില്ല, ചീത്ത പറയാറേ ഇല്ല. ബസ് പ്യാർ കർത്തി ഹെ, അവർ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. യോം സക്ത് ചെഹറ ഡാണ്ട്തി പ്രിൻസിപ്പൽ കി കുർസി പർ ബൈഠി മമ്മി ഉസെ കബി അച്ചി നഹി ലഗ്തി. എന്നാൽ ഇങ്ങനെ ചീത്ത പറയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വേറൊരു മുഖമുള്ള അമ്മ പ്രിൻസിപ്പളുടെ അല്ലേ, കോളേജിലെ പ്രിൻസിപ്പളാണ്, കോളേജിലെ പ്രിൻസിപ്പളുടെ ആ കസേരയിലിരിക്കുന്ന അമ്മയെ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. वहाँ उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती है. അവിടെ അവനും അമ്മയ്ക്കും ഇടയിൽ അനേകം കാര്യങ്ങളെത്തും അല്ലേ. മമ്മി ക നക്കലി ചെഹറ, അമ്മയുടെ ആ കൃത്രിമ മുഖം, പിന്നെ കോളേജ് की बड़ी सी बिल्डिंग അല്ലേ, കോളേജിലെ വലിയ ബിൽഡിംഗ്. കോളേജ് की ढेर सारी लड़कियां, ആ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. കോളേജ് के ढेर सारे काम, കോളേജിലെ ഒരുപാട് ജോലികൾ. ദോടി ദോടി ദേർ മേം ബജ്നെ വാലെ ഘണ്ടി അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ബെല്ല്. ഘണ്ട ബജ്നെ പർ ഹോനെ വാലി ഹൽച്ചൽ അല്ലേ, സമയമായി കഴിഞ്ഞാൽ ബെല്ലടിച്ച് കോളേജ് വിടുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുന്ന ആ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട്, എല്ലാവരും ബഹളം അല്ലേ, എല്ലാവരും കോളേജ് വിട്ട് പോകുന്ന സമയത്ത്, അതായത് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള ആ സൗണ്ട്. ഇൻ സബ് കെ ഏക് സിരെ പർ വഹ് രഹതാ ഹെ ചുപ് ചാപ്പ് സഹ്മാസ ഓർ ദൂസരെ പർ മമ്മി രഹതി ഹെ കിസി കോ ആദേശ് ദേത്തി ഹുയി. അപ്പം ഇൻ സബ്ക്ക് ഏക്ക് അല്ലേ, ഇതെല്ലാം നിശബ്ദമായിട്ട്, ഇതിൻ്റെ എല്ലാം ഒരറ്റത്ത് അല്ലേ, ഈ ബഹളവും ജോലികളും അല്ലേ, മുഴങ്ങുന്ന ബെല്ലും ഇതിൻ്റെയൊക്കെ ഒരറ്റത്ത് നിശബ്ദനായിട്ട് പരിഭ്രമിച്ചിട്ട് അല്ലേ, മറുവശത്ത് മമ്മിയും ആർക്കൊക്കെയോ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കും. ആരുമായൊക്കെയോ കൂടിയാലോചനകൾ മുഴുകിയില്ലേ. അതുകൊണ്ട് അവൻ കോളേജിൽ പോകുന്നത് ഒഴിവാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് അമ്മയുണ്ടാകും, ഏത് സമയം ഫുൾ ബിസിയാണ്, ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കും. किसी के साथ सलाह मशवरी करती हुई, किसी को डांटती हुई അല്ലെ, ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ തേടുക, ചർച്ചകൾ നടത്തുക, ഇങ്ങനെ. ഓർ ഇസ്ലിയെ ഉസ്സനെ കോളേജ് ജാന ചോട് ദിയ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ബണ്ടി എന്ത് ചെയ്തു, പിന്നെ അവധി ദിവസങ്ങളിൽ കോളേജിന് പോവാറേ ഇല്ല. ഗർമേം ചാഹെ വഹ് അകേല രഹേ പർ വഹാം നഹി ജാത്ത. വീട്ടിൽ ഒറ്റയ്ക്കിരുന്നാലും കോളേജിലേക്ക് പോകുന്നത് ഒഴിവാക്കി. വഹാം കിസ്കെ പാസ് ജായേ അല്ലേ, അവിടെ ആരുടെ അടുത്ത് പോകാനാണ്. മമ്മി തോ വഹാം രഹത്തി നഹി, അമ്മ അവിടെ ഉണ്ടാകില്ലല്ലോ. രഹത്തി ഹെ ബസ് ഏക് പ്രിൻസിപ്പൽ ജിൻകെ ചാരം ഓർ ബഹുത് സാറേ കാം അല്ലേ. അവിടെ അമ്മയില്ല, അവിടെ ആരാ ഉള്ളത്, അവിടെ പ്രിൻസിപ്പളാണുള്ളത് അല്ലേ. ആ പ്രിൻസിപ്പളിന് ചുറ്റുമാണെങ്കിലോ ഒരുപാട് ജോലികളും ഒരുപാട് ജോലി തിരക്കുള്ള ഒരു പ്രിൻസിപ്പളാണ് അവിടെ ഉള്ളത്. എൻ്റെ അമ്മയല്ല അല്ലേ, ബണ്ടിയുടെ അമ്മയല്ല. ബഹുത് സാറേ ലോഗ് രഹത്തെ ഹെ, ഒരുപാട് പേര് അവിടെ ഉണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജോലികൾ. നഹി രഹത്താ ഹെ തോ കേവൽ ബണ്ടി, ധാരാളം ആളുകളും ജോലിയും ഒക്കെ ഉണ്ട് അല്ലേ, ഒരു പ്രിൻസിപ്പളാണ് അവർ. ഇല്ലാത്തതാകട്ടെ ബണ്ടി മാത്രം അല്ലേ. നഹി രഹത്താ ഹെ തോ കേവൽ ബണ്ടി, അവിടെ ഇല്ലാത്തതാരാണ്, ബണ്ടി മാത്രമാണ് അവിടെ ഇല്ലാത്തത്. അപ്പം അമ്മയുടെ തിരക്കും ബഹളങ്ങളും അല്ലേ, എല്ലാത്തിനും അകത്ത് അവർക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ അധികം സമയം കിട്ടാറില്ല അല്ലേ, വളരെ കുറച്ച് സമയം. അവർക്ക് സ്നേഹമുണ്ട്, കെയറിങ് ഉണ്ട്, പക്ഷേ അത് അത്രത്തോളം പ്രകടിപ്പിക്കാനും അവൻ്റെ
കൂടെ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകുന്ന, സാധാരണ ജോലിയും അല്ലാതെ ഇങ്ങനെ ഒരുപാട്, ഒരു കോളേജിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്ന പോലെ അത്രയും ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുട്ടികളുടെ കുട്ടിക്കാലവും അല്ലെങ്കിൽ അവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കൊടുക്കുക, കൂടെ കളിക്കുക, കൂടെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും അവർക്ക് മിസ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്കും അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബണ്ടി എന്ന ഈ ഒരു ഉപന്യാസത്തിലൂടെ നമുക്ക് വരച്ച് കാണിക്കാനായിട്ട് ലേഖക ശ്രമിക്കുന്നത്. ഇനി ഇതിൽ പാഠാനുബന്ധമായിട്ട് നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തനം നോക്കാം. वह उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती है, वह बंटी की अपनी दुनिया नहीं दी. അവിടെ ഉസ്കെ ഓർ മമ്മിക്ക് ബീച്ച് മേലെ അവിടെ അമ്മയുടെ അടുത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്. വഹ് ബണ്ടി, പിന്നെ ഒരുപാട് ജോലി തിരക്കും. വഹ് ബണ്ടിക്ക് അപ്പിനി ദുനിയ നഹീദിൽ, അത് ബണ്ടിയുടെ ലോകമല്ല. ഇസ് ഹാലത്ത് മേം ബണ്ടിക്ക് വിചാർ ക്യാ ക്യാ ഹോ സക്താ ഹെ ലിഖെ. ഈ ഒരു അവസ്ഥയിൽ ബണ്ടിയുടെ മനസ്സിൻ്റെ ചിന്തകൾ, ബണ്ടി എന്തൊക്കെയായിരിക്കും ഇങ്ങനെയൊരു അവസ്ഥയിൽ ചിന്തിക്കുന്നുണ്ടാവുക, അതാണ് എഴുതാൻ പറയുന്നത്. മമ്മി ऐसा क्यों है ले, അമ്മ എന്താ ഇങ്ങനെ ഹമേഷ നക്കലി ചെഹറ ലഖായെ സബ്കെ സാത്ത് ഗുസ്സ കർത്തേലേ, ഒരു പൊയ് മുഖവുമായിട്ട്. അതായത് അത് അമ്മയെ അല്ല, ബണ്ടി കാണുന്ന ബണ്ടിയുടെ അമ്മയെ അല്ല, വേറൊരു സ്ത്രീ ആയിട്ടല്ലേ, വേറൊരാളായിട്ട് മാറും. ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ അവർക്ക് അമ്മയെ പോലെ ചിരിച്ചും കളിച്ചും ഒന്നും സംസാരിക്കാനും ഇങ്ങനെ ഓമനത്വമായിട്ട് പെരുമാറാനൊന്നും ഒരു പ്രിൻസിപ്പൾക്ക് പറ്റില്ല. പക്ഷെ അതൊരു കുഞ്ഞിന് അവൻ അറിയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഹമേഷ നക്കലി ചെഹറ ലഖായെ, എപ്പോഴും ഒരു പൊയ്മുഖവും വെച്ചുകൊണ്ട്, സബ്കെ സാത്ത് ഗുസ്സ കർത്തെ, എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട്, കോളേജ് കോ വിചാർ ആത്തെ ഹി മേരി ഓർ ദേഖ്തി തക് നഹിലെ, കോളേജിലെ ചിന്തകളാണ് എപ്പോഴും, എൻ്റെ അടുത്തേക്കൊന്ന് നോക്കുന്നത് പോലുമില്ല അല്ലേ, ബണ്ടിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. മേ ഘർ മേം അകേല ഹി രഹത്താഹും, ഞാൻ വീട്ടിൽ എപ്പോഴും തനിച്ചായിരിക്കും. ഇൻസെ മോചൻ കബ് മിലേലെ, ഇതിനൊരു മോചനം എനിക്ക് എപ്പോഴാണ് തരിക, ഇതൊക്കെ ആയിരിക്കും ബണ്ടി ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ബണ്ടി എന്നുള്ള ഈ അതിരിക്ത വാചനം ഇതും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പ്ലീസ് ഈ ചാനൽ. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.